ഉണ്ണീശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുഞ്ഞുമക്കളെ, ഫിയാത്ത് മിഷൻ ഡിസംബർ മാസം കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉണ്ണീശോയുടെ സ്വന്തം എന്ന ഈ ബുക്ക്ലെറ്റിലൂടെ ഈ മാസം മുഴുവനും നമുക്ക് പ്രാർത്ഥനാപൂർവം ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ സാധ്യമാകും. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ഉണ്ണീശോയുടെ സ്വന്തം കുഞ്ഞുമക്കൾക്കുള്ള പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുന്ന ഈ ബുക്ക്ലെറ്റ് ഡിസംബർ മാസത്തെ ഓരോ ദിനവും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി പഠിപ്പിക്കുന്നു. പിറവി തിരുനാളിന് ഒരുക്കമായുള്ള ജപമാണ് ആദ്യം നൽകപ്പെട്ടിരിക്കുക. വളരെ ലളിതമാണ്. ഓരോ കുഞ്ഞുമക്കൾക്കും നിറഞ്ഞ സ്നേഹത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത്. ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്. ഇതാ ഉണ്ണീശോയ്ക്ക് ഒരു പൂമെത്ത. എങ്ങനെയാണ് നാം ഉണ്ണീശോയ്ക്ക് പൂമെത്ത ഒരുക്കേണ്ടത്? ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, ഒരു ത്രിത്വസ്തുതി. ഇപ്രകാരം 40 പ്രാവശ്യം 25 ദിവസം ചൊല്ലുക. അപ്പോൾ 1000 പ്രാവശ്യം നമ്മൾ അത് ചൊല്ലിക്കഴിയുകയും റോസാപ്പൂക്കൾ കൊണ്ട് നെയ്തെടുത്ത ഒരു പൂമെത്ത നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ രക്ഷകനായ ഉണ്ണീശോയുടെ പിറവിക്ക് നമുക്ക് സമ്മാനിക്കാൻ സാധിക്കും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയോടുള്ള മനോഹരമായ പ്രാർത്ഥന ഏറെ ലളിതമാണത്. അത് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ വലിയ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. ഇന്നേ ദിവസം നോക്കൂ, ഡിസംബർ 1-ാം തീയതി നമുക്ക് നൽകിയിരിക്കുന്ന ധർമ്മം വളരെ മനോഹരമാണ്. സുഹൃത ജപം. എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. നാം ഈ സുഹൃത ജപം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഉണ്ണീശോയ്ക്കുള്ള ഒരു സ്നേഹ സമ്മാനമായി ഉണ്ണിക്ക് കുറുക്കൊരുക്കി നൽകുകയാണ്. പുണ്യപ്രവൃത്തിയായി ഇന്നേ ദിവസം കുഞ്ഞുമക്കളായ നമ്മൾ ചെയ്യേണ്ടത് മാതാപിതാക്കളെ സഹായിക്കുക. തീർച്ചയായും മാതാപിതാക്കൾക്ക് ഏറെ സ്നേഹവും സന്തോഷവും നമ്മോട് തോന്നുന്ന നിമിഷം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്നേഹപൂർവ്വം ചെയ്യുവാൻ സഹായിക്കുമ്പോഴാണ്. ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ് നാം പഠിക്കേണ്ടത്. എളുപ്പമുള്ള ഒരു വചനഭാഗമാണ്. അല്പം മനസ്സ് വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഒപ്പം ഇന്ന് അനേക പ്രാവശ്യം ആ വചനം പറയുകയും ചെയ്യാം. അതിനുശേഷം നമുക്കായി നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സിസ്റ്റേഴ്സും മത അധ്യാപകരും ഒരുക്കിയിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. അതെന്തെന്നോ ഇവിടെ നോക്കൂ. ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുവെങ്കിൽ നമ്മൾ അതിന് അവിടെ നമ്മുടെ തന്നെ സൈൻ ചെയ്യുക, ഒപ്പുവയ്ക്കുക. നാം ഈ സുഹൃത ജപം, എൻ്റെ ഉണ്ണീശോയെ, എൻ്റെ ഹൃദയത്തെ നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞുവെന്ന് ഇവിടെ ഈ കോളത്തിൽ എണ്ണം എഴുതുക. അതുപോലെ തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനമെന്ന് ഈ വചനം എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുവെന്നത് ഈ കോളത്തിൽ രേഖപ്പെടുത്തുക. ഇതുപോലെ ഓരോ ദിവസവും നമുക്ക് ദിനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ ദിനങ്ങളിലെല്ലാം ആവശ്യപ്പെട്ടിരിക്കുന്ന പുണ്യപ്രവൃത്തിയും സുഹൃത് ജപവും വചനവും പഠിച്ച് ഈ വിശുദ്ധ കാലഘട്ടത്തെ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മുന്നേറാം. സ്വർഗം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുമക്കളായ നമ്മൾ ഇന്നു മുതൽ ഡിസംബർ 25 വരെ ഈ കുഞ്ഞു പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന ഓരോ ദിനത്തെയും സുഹൃത് ജപനങ്ങളും പുണ്യപ്രവൃത്തികളും വചനവും കൃത്യമായി രേഖപ്പെടുത്തി വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരും സിസ്റ്റേഴ്സും മത അധ്യാപകരും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മാനം ഡിസംബർ 25-ാം തീയതി ദിവ്യബലി മധ്യേ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ആ സമ്മാനത്തിന് അർഹരാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും സമ്മാനാർഹരാകാൻ ചെറിയ ത്യാഗം സഹിച്ചുകൊണ്ട് ഈ തിരുപ്പിറവിക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.